തനിക്കെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലെന്ന് നിഗമനം ചർച്ചയാകുമ്പോഴാണ് ഈ സംശയം പുറത്തുവരുന്നത്. കാർ തലേ ദിവസം പാലക്കാട്ടേക്ക് എത്തിച്ചു. നടിയുടേതാണ് ഈ ചുവന്ന കാർ എന്നാണ് പുറത്തുവരുന്ന സൂചന. പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് ഈ നിർണായക വിവരം കിട്ടിയത്. കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള നടിമാരാരൊക്കെ എന്ന ചോദ്യമാണ് കാറുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവന്നതോടെ ഉയരുന്നത്. അടുത്ത കാലത്ത് 2 നടിമാർ രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുവെന്നാണ് അനൌദ്യോഗിക വിവരമെന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്തയിൽ മനോരമ ന്യൂസ് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ചടങ്ങിന് നടിമാരെത്തുന്നതിന്റെയും സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ഈ നടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട്. സുഹൃത്ത് എന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്നാണ് നടിയുടെ മൊഴി. അതും കേസ് വരുന്നതിന് തലേ ദിവസം. ആ കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയാൽ താൻ എന്ത് ചെയ്യുമെന്നതാണ് നടിയുടെ ചോദ്യം. നടിയുടേതാണ് കാർ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് രക്ഷപ്പെടാനായി ഒരു കാർ പാലക്കാട് നേരത്തെ തന്നെ മാങ്കൂട്ടം എത്തിച്ചിരുന്നു. ഇതോടെയാണ് പരാതി നൽകുമെന്ന സൂചനകൾ രാഹുലിന് നേരത്തെ കിട്ടിയെന്ന സംശയം ഉണ്ടാകുന്നത്. ഇരയെ സഹായിക്കാൻ എന്ന വ്യാജേനെ ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന്റെ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ബന്ധപ്പെട്ടവർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികളെല്ലാം രഹസ്യമായി സൂക്ഷിക്കും. അല്ലാത്തപക്ഷം കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിലടക്കം മാങ്കൂട്ടത്തിന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രോസിക്യൂഷനും പരമാവധി കരുതലെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും തുമ്പു കിട്ടാതെ പോലീസ് അന്വേഷണ സംഘം വലയുകയാണ്. യുവതി കഴിഞ്ഞ മാസം 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയപ്പോൾ രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. തുടർ നടപടികൾ പോലീസ് ചർച്ച ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി. കാർ ഫ്ളാറ്റിലിട്ട ശേഷം മറ്റൊരു വാഹനത്തിലാണ് രാത്രിയോടെ അവിടെ നിന്നും പോയത്. രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അറസ്റ്റിലേക്ക് പോലീസ് കടന്നില്ല. രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്തൊപ്പിട്ട് മടങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തു എന്നാണ് സംശയം. DVR SIT കസ്റ്റഡിയിലെടുത്തു. കെയർ ടേക്കറെ SIT ചോദ്യം ചെയ്യും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന വിവരം പോലീസ് തള്ളിയിട്ടുണ്ട്.